ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ മിക്സിയിലടിച്ച് ഒരു നല്ല കണക്ക് മിക്സിയിലടിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തതാണ്. അതിൻ്റെ വേണ്ടതായ വെളുത്തുള്ളി മിക്സിയിലിടുവാണ്, ഇഞ്ചി, അതിനുശേഷം നമ്മൾ ഇതിനാവശ്യമായ ചെമ്മീൻ. ഇപ്പം നമ്മൾ ഇത്രയും ചെമ്മീൻ ഒരു 350 ഗ്രാമോളം ഉണ്ട്. ആ ചെമ്മീൻ ഇതിനകത്തിട്ടിട്ട് മിക്സിയിലോട്ട് പച്ചയ്ക്ക് തന്നെ ഇടണം, വേവിച്ചിട്ടല്ല, പച്ചയ്ക്ക് തന്നെ. ഇനി മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഇനി ഇത് എരിവ് വരെങ്കിൽ നമ്മൾ വീണ്ടും മുളക് പൊടി ചേർക്കണം കേട്ടോ. ഇതിനകത്ത് ലാസ്റ്റ് ഇച്ചിരി ഉപ്പോടെ ചേർത്ത് നമ്മളിത് മിക്സിയിലടിക്കുകയാണ്. അത് ഒരു കാരണവശാലും ഇതിനകത്ത് തുള്ളി വെള്ളം ചേർക്കരുത്. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയിൽ വേണം നമ്മൾ ഉണ്ടാക്കാൻ. അതിനകത്ത് കടുകിടുന്നു. കരിയാപ്പില ഇട്ട് അതിനുശേഷം ഈ പരുവത്തിന് വേണം നമ്മൾ അരച്ചെടുക്കുക. അതുകൊണ്ട് നമ്മൾ ഒരു പെരിഞ്ചീരകം പൊടിച്ചതും ഏലക്ക എല്ലാം കൂടെ പൊടിച്ചത് ഇടുകയാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി ഫ്രൈ ചെയ്താൽ മതി. 10 മിനിറ്റ്. ഇപ്പോൾ അതിൻ്റെതായിരിക്കുകയാണ്. ഇതെല്ലാം കഴിക്കും. ഇത് നമ്മുടെ ഫ്രൈ റെഡിയായാണ് പ്ലേറ്റിലോട്ട് ഞാൻ വെച്ചിരിക്കുന്നത്.